أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ജംഇലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, ക്ലാസ് നമ്പർ ഇന്ന് 69. ചർച്ച സബർ, നാലാമത്തെ ഇല്ലത്തിനെ കുറിച്ചുള്ള സബർ തഖ്സീം, ഇങ്ങനെ പറയുന്നല്ലേ പറഞ്ഞത്. ആ ചർച്ച തുടങ്ങി വെച്ചു. ബാക്കി പറയട്ടെ. അള്ളാഹു ഖൈർ നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമുകളൊക്കെ ഇഹപരത്തിൽ അള്ളാഹു ഉപയോഗിക്കുന്ന ഇൽമാക്കി തന്ന് എല്ലാവർക്കും പഠിക്കാനും അനുസരിക്കുവാനും തൗഫീഖ് നൽകട്ടെ. വയഖ്ഫി ഖൗലുൽ മുസ്തദില്ലി ഫിൽ മുനാളറത്തി. ഇവിടെ തർക്കം നടക്കുകയാണല്ലോ, മുഅ്തരിദും മുസ്തദില്ലും. അപ്പൊ ഇവിടെ ലക്ഷ്യം സ്ഥാപിക്കുന്ന ആളാണല്ലോ മുസ്തദില്ല്. അയാൾ പറഞ്ഞാൽ മതി. ഫിൽ മുനാളറത്തി, തർക്കത്തില്. മുനാളറ എന്ന് പറയുമ്പോൾ ഹക്കറിയുവാൻ വേണ്ടിയുള്ള തർക്കത്തിനാണ് മുനാളറ എന്ന് പറയുക. അത് റഷീദിയൊക്കെ ഓതി പഠിച്ചവർക്കറിയാം. മുനാളറ എന്ത്, മുഖാബല എന്ത്, മുക്കാബറ എന്ത്, മുജാദറ എന്തെന്നൊക്കെ. അപ്പൊ മുജാദല, മുക്കാബറ, മുനാളറ. ഇതിൽ മുനാളറയാണ് നല്ലത്, ഹക്കിന് വേണ്ടി തർക്കിക്കുക, ഹക്ക് വെളിപ്പെടുവാൻ വേണ്ടി. അപ്പൊ ആ കൂട്ടത്തിൽ മുസ്തദിലിന് പറഞ്ഞാൽ മതി. ഫി ഹസിറൽ ഔസാഫില്ലത്തി യദ്കുറുഹ. മുസ്തദില് ഇന്ന വസ്ഫ്, ഇത്തര വസ്ഫുകൾ ക്ലിപ്തമാണ്, അതിന്റെ അപ്പുറം ഇപ്പുറം ഇല്ല, ബറാബറാണ് എന്ന് പറയുന്ന വിഷയത്തിൽ മുസ്തദിലിന് പറയാം. ബഹസ്തു, ഞാൻ ആകെ പരിശോധിച്ച് നോക്കി, ഇതിലുള്ള ഇല്ലത്തുകൾ ആകെ പരിശോധിച്ചു. ഫലം അജിദ് വൈർഹ, ഞാൻ ഇവിടെ പറഞ്ഞ ഈ വസ്തുക്കൾ അല്ലാതെ മറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. വൽ അസ്ലു അദുമു മാ സിവാഹ, അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതായ ഈ വസ്തുക്കളല്ലാതെ മറ്റൊന്നും ഇല്ലതാനും. ഈ രൂപത്തിലുള്ള ഒരു വാക്ക് ലക്ഷ്യം സ്ഥാപിക്കുന്ന ആൾക്ക് പറഞ്ഞാൽ മതി. അയാൾ പറഞ്ഞാൽ മതിയാകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദാലത്തിഹി, ഈ മുസ്തദിൽ നീതിയുള്ള ആളല്ലേ. എന്തോടൊപ്പം തന്നെ മാഹിരിയത്തിൻ നളരി, ചിന്തിക്കുവാനും ആലോചിക്കുവാനും പറ്റുന്ന ആളായതോടുകൂടെ തന്നെ അയാൾക്ക് നീതിമാനാണ്. അപ്പൊ ആ നീതി ഉണ്ടാകുമ്പോൾ പരിഗണിക്കാമല്ലോ. ആ നിലപാട് വെച്ചിട്ടാണ് ഈ വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുമ്പോ തന്നെ അദ്ദേഹത്തെ തൊട്ട് ഇല്ലാതെയാകുമല്ലോ. മൻഉൽ ഹസർ, ഇവിടെ ഹസർ പാടില്ല എന്ന് പറയുന്നത് തന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇല്ലാതെയായിപ്പോയല്ലോ അദ്ദേഹം പറയുമ്പോൾ. വൽ മുജ്തഹിദു അയൻ നാദിറു ലി നഫ്സിഹി, സ്വന്തം നഫ്സിന് വേണ്ടി ആലോചിക്കുന്ന മുജ്തഹിദ്, സ്വന്തത്തിന് വേണ്ടി ആലോചിക്കുന്ന മുജ്തഹിദായ പണ്ഡിതൻ. ഈ മുജ്തഹിദ് ഈ മുജ്തഹിദിന് മടങ്ങാം. ഫി ഹസ്റിൽ ഔസാഫി, ഈ പറഞ്ഞ വസ്തുക്കൾ മാത്രമേ ഉള്ളൂ എന്നതിൽ മടങ്ങാം. ഇലാ വന്നിഹി, ആ മുജ്തഹിദിന്റെ അനുമാനത്തിലേക്ക് മടങ്ങാം. അങ്ങനെ മടങ്ങുമ്പോൾ ബിഹി, ആ അനുമാനം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത് പിടിക്കുകയും ചെയ്യാം. വലാ യുകാബിറ നഫ്സ, അവനെന്താവരുത്, തർക്കിക്കാറൊന്നും നിൽക്കണ്ട. അവന് കിട്ടിയ ഇതുള്ളൂ ചില മാത്രം പിടിച്ചെന്നാ മതി. ഇനി ഹസറും ഇബ്താലുമായാൽ, ക്ലിപ്തമാക്കുന്നു അതിനെ ബാത്തിലാക്കുന്നു, ഇങ്ങനെ ബാത്തിലാക്കലും ക്ലിപ്തമാക്കലും ആയാൽ, ഐ കുല്ലും മിൻഹുമാ, ഇവ രണ്ടിൽ നിന്ന് എല്ലാം ആയാൽ, ഖത്ഇയ്യൻ, ഖത്ഇയ്യാണ്, ഖത്ഇയ്യ രൂപത്തിലാണ് എങ്കിൽ ഖത്ഇയ്യുൻ എന്നതിന് പറയുന്ന പേര് ഖത്ഇ എന്നാണ്. അങ്ങനെ ഫഹാദൽ മസ്ലകു ഖത്ഇയ്യുൻ. അപ്പോൾ ഈ സബർ എന്ന് പറയുന്ന വഴി നാലാമത്തെ തുർക്കാണോ ഇല്ലത്തിനുള്ള തുർക്ക്. ഈ നാലാമത്തെ തുർക്കിന് പറയുന്ന പേരാണ് അൽ മസ്ലകു ഖത്ഇയ്യുൻ. ഈ മസ്ലക് ഖത്ഇയ്യാണെന്ന് പറയും. ഹസ്റും ഇബ്താലും ഖത്ഇയ്യാണ് എങ്കിൽ. വഇല്ല, അങ്ങനെയല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെ വെക്കാം? ഇൻകാന ബി അൻകാന കുല്ലും മിൻഹുമാ, ഇബ്താല് ഹസ്ർ ഇവ രണ്ടും ആയാൽ, വന്നിയൻ രണ്ടും വന്നിയായാൽ, അല്ലെങ്കിൽ ഔ അഹദുഹുമാ ഖത്ഇയ്യൻ വല്ലാഖറു വന്നിയൻ, അല്ലെങ്കിൽ ഹസ്ർ വന്നി എന്ന് വെക്കുക, ഇബ്താല് ഖത്ഇ എന്ന് വെക്കാം. അല്ലെങ്കിൽ ഇബ്താല് വന്നി ഹസ്ർ ഖത്ഇ, ഇങ്ങനെ വരാമല്ലോ.
ഇങ്ങനെ വരുന്ന അർത്ഥത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ഇല്ല. അപ്പൊ ഇല്ലയിൽ അതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വന്നാൽ എന്തു പറയും? ലന്നിയുൻ, അതിന്റെ പേരാണ് ലന്നി. അപ്പോ ഹസ്ർ ഇബ്താൽ, ഇതാണുള്ള സബർ. സബർ എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സബർ തഖ്സീം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇബ്താലാക്കലും ഹസറാക്കലും ഖത്ഇയാണെങ്കിൽ ഈ തുർക്കിന്റെ പേര് ഖത്ഇ എന്ന് പറയാം. അല്ല ലന്നിയാണ് എങ്കിൽ ലന്നി എന്ന് പറയാം. വഹുവ, ഈ ലന്നിയെ ഹുജ്ജത്തുൻ, അത് ലക്ഷ്യമാണ്. ആർക്കും നാദിരി ലിനഫ്സിഹി, അയാൾ സ്വയം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അയാൾ സ്വന്തം കാര്യത്തിന് വേണ്ടി അയാൾക്ക് കിട്ടിയതായിരിക്കുന്ന ഈ ലന്നി ഹുജ്ജത്തായിട്ട് മാറും. വൽ മുനാദിരി വൈറ, ഇയാള് മറ്റൊരാൾ തർക്കിക്കുന്നുവെങ്കിൽ ആ തർക്കിക്കുന്ന ആൾക്കും എന്താകാന്നറിയാമോ? ഇത് ഹുജ്ജത്താണ്. അപ്പൊ സ്വന്തം ആലോചിച്ച് ചിന്തിക്കുന്ന ആൾക്കും മറ്റൊരാളോട് തർക്കിക്കുന്ന ആൾക്കും ഈ ലന്നി ഹുജ്ജത്താണ്. അത് തന്നെ എല്ലാവരുടെയും അടുക്കലൊന്നും ഇല്ല. എന്തല്ല കിസരി, ബഹുഭൂരിഭാഗത്തിന്റെ അടുക്കൽ. ബഹുഭൂരിഭാഗത്തിന്റെ അടുക്കൽ ഇത് ഹുജ്ജത്താന്ന് പറയണമെങ്കിൽ ന്യായം വേണ്ടേ? ന്യായമുണ്ടല്ലോ. ഈ വുജൂബിൽ ആമിൽ ലന്നി, ലന്നുകൊണ്ട് ആമിൽ ചെയ്യൽ വുജൂബല്ലേ? ഇജ്തിഹാദ് ചെയ്തിട്ട് കിട്ടിയ വിവരമുണ്ടെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ടാണ് ലന്നി ഹുജ്ജത്തായത്. എന്തല്ല കിസർ എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കാം, അവിടെ ഖീലയുണ്ടല്ലോ. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്. ലൈസ ബി ഹുജ്ജത്തി മുത്ലഖൻ, എങ്ങനെ ആയാലും വേണ്ടില്ല, ഇത് ഹുജ്ജത്തെ അല്ലേ അല്ലാന്ന്. ഓൽക്ക് ന്യായം എന്താ? അല്ലെ ജവാസി പുത്രൽ ബാക്കി, ഇവിടെ ബാക്കിയോട് ബാത്തിലായ പോരെ. ഇവിടെ ഇപ്പൊ കണ്ടെത്തിയിട്ട് ബാക്കിയോടെ നിർത്തുന്നുണ്ടെങ്കിൽ മറ്റത് ഒഴിവാക്കി ഇവിടെ ബാക്കിയോടെ നിർത്തിക്കണമെങ്കിൽ അതും ബാത്തിലാവാൻ പറ്റുമല്ലോ. ജവാസല്ലേ? അപ്പൊ ബാത്തിലാവാത്ത രൂപത്തിൽ ഇവിടെ അവശേഷിപ്പിച്ചതും ബാത്തിലാക്കാം. അത് ജവാസാണല്ലോ എന്ന് ഖീലക്കാര് പറയുന്നു. അപ്പൊ ആ രൂപത്തിൽ ഇതെന്തല്ല, ഖത്ഇയല്ല, അല ഹുജ്ജത്തല്ല എന്ന് പറഞ്ഞൂടെ? നല്ല ന്യായ. കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായം നോക്കാവ. സാലിസുഹ, എങ്കിൽ ഈ വാക്കുകളിൽ നിന്ന് മൂന്നാമത്തെ ഒരു അഭിപ്രായം നമുക്ക് എടുക്കാം. ഹുജ്ജത്തുൽ ലഹുമാ, രണ്ടാക്കും ഹുജ്ജത്താണ്. പക്ഷെ ഖൈദുണ്ട്. അതാണ് ആ മുത്തലഖിന്റെ അർത്ഥം. ഇത് പറയുമ്പോൾ നമുക്ക് തിരിയും. രണ്ടാമത്തെ കൗല് പറഞ്ഞത് മുത്തലഖന്ന. അപ്പൊ മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്ത് മുത്തലഖ് എന്ന് പെട്ടെന്ന് നമുക്ക് ഓടിപ്പോവുകയില്ല. അപ്പൊ മൂന്നാമത്തെ കൗല് വായിച്ചാൽ രണ്ടാമത്തെ കൗലോട് ഉദ്ധരിച്ചത് മുത്തലഖ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിയും. എന്താ മൂന്നാമത്തെ ഖൗലിന്റെ ന്യായം? ഇൻ ഉജ്മിഅ അലാ തഅലീലി ദാലിക്കൽ ഹുക്മി ഫിൽ അസ്ലി, അടിസ്ഥാനത്തിൽ അഥവാ അസ്ലിൽ ആ ഹുക്മിനെ ഇല്ലത്താക്കലിന്റെ മേലിൽ ഇജ്മാ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇജ്മാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലന്നി ഹുജ്ജത്താണ് നാദിറിനും മുനാദിറിനും. അപ്പൊ ഇൻ ഉജ്മിഅ എന്നൊരു കൈത് ഇവിടെ ഉണ്ട്. ഈ കൈത് പറ്റും. ഇപ്പൊ ഈ കൈതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോ തഅബ്ബുദി അല്ല ഈ ഹുക്മ്, പിന്നെന്താണ്? അത് ഇല്ലത്തോണ്ട് കിട്ടിയ ഹുക്മാ. അവിടെ ഇല്ലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഇല്ലത്ത് പ്രകാരം വന്നതാണ് ഈ ഹുക്മ് എന്ന് ഇജ്മാ ഉണ്ടെങ്കിൽ പറ്റും. വഅലൈഹി, ഈ പറഞ്ഞ കൈതുണ്ടല്ലോ, ഇതിന്റെ അനുസരിച്ചിട്ടാണ് ഇതിമലാണ് ഇമാമുൽ ഹറമൈനൊക്കെ ഉള്ളത്. അങ്ങനെ ഇമാമുൽ ഹറമൈൻ നിൽക്കാൻ കാരണം എന്താ ചോദിച്ചാൽ ഹാദിറം മിൻ നദായി ബുത്ര അൽ ബാക്കി, ഇവിടെ നമ്മള് ഇജ്മാ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കൗല് പ്രകാരം നാദിറിനും മുനാദിറിനും ഹുജ്ജത്താന്നല്ലേ പറഞ്ഞത്. അതെന്താ കാരണം? ഇവിടെ അത് ഹുജ്ജത്താന്ന് പറഞ്ഞിട്ടില്ലേ വലിയ അപകടം വരുന്നുണ്ട്. ഹാദിറം മിൻ നദായി ബുത്ര അൽ ബാക്കി ഇലാ ഖതീൽ മുജ്മിഈന, ബാക്കിയുള്ളതൊക്കെ എന്താകും? ബാത്തിലാക്കാന്ന് വെക്കാം. ബാക്കിയുള്ളതിനെ ബാത്തിലാക്കിയാൽ, അതാണല്ലോ തീരക്കാര് പറഞ്ഞത്. ബാത്തിലാക്കാതെ ഇവിടെ വെക്കുന്നത് ജായിസാകും, ബാത്തിലാകാലോ എന്നല്ലേ? അതിന് മറുപടി ഇപ്പൊ ഈ പറയുന്നത്, ബാത്തിലാകാതെ ഇവിടെ അവശേഷിപ്പിച്ചതിനെ ബാത്തിലാക്കലിനെ കൊണ്ട് കിട്ടുന്ന കുഴപ്പം എന്താ അറിയോ? ആ ബാത്തിലാക്കൽ വീട്ടും. എവിടേക്ക് വീട്ടും? ഇലാ ഖത്ഇൽ മുജ്മിഈന, ഇത്തരം കാര്യങ്ങൾ ഇജ്മാ ആക്കി വെച്ചതായ ആളുകളെല്ലാവരും പഴച്ചുപോയി എന്നതിലേക്ക് കൂട്ടും. അങ്ങനെ അതിലേക്ക് ചെന്നെത്തുന്നൊരു പരിപാടി ഇവിടെ വലിയൊരു അപകടമുണ്ട്. ഇതില്ലാതിരിക്കണമെങ്കിൽ അങ്ങനെ ഇജ്മാ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണം എന്നായി. അപ്പൊ മൂന്നാം കൗല് അങ്ങനെയാണ്. കൗലുകൾ തീർന്നിട്ടില്ല. ഒരു കൗല് കൂടി പറയട്ടെ. ഒറാബിഹ, നാലാമത്തെ കൗല് പറയുന്നത് ഹുജ്ജത്തുൻ, ലന്നി ഹുജ്ജത്താണ് ലിന്നാദിരി ലിനഫ്സിഹി, സ്വന്തം ആലോചിച്ച്
എടുക്കുന്ന ആളാണെങ്കിൽ മുജ്തഹിദ് അയാൾക്ക് മാത്രമേ ഹുജ്ജത്താവുകയുള്ളൂ. ദൂനൽ മുനാദിരി ഗൈറ മറ്റൊരാളോട് തർക്കിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് ഹുജ്ജത്തല്ല. കാരണം ലി അന്ന വന്നഹു എല്ലാവർക്കും ന്യായം കൊണ്ടാകുമല്ലോ. ലി അന്ന വന്നഹു കാരണം ഈ നാളിന്റെ ലന്ന് എന്ന് പറഞ്ഞ മുജ്തഹിദിന് കിട്ടിയത് ലന്നിലായിരിക്കും. ആ ലന്ന് ലാ യഖൂമു ഹുജ്ജത്തൻ അലാ ഖസ്മിഹി ആ ലന്ന് തന്റെ പ്രതിയോഗിയായി വാദിച്ചു നിൽക്കുന്ന ആൾക്ക് എതിരിൽ ലക്ഷ്യമായി നിൽക്കൂല. അതുകൊണ്ട് തന്നെയാണ് മുനാളിനെ ഒഴിവാക്കിയിട്ട് നാളിറിനെ ഇത് പറ്റുള്ളൂ 4ാം കൗല് വന്നത്. അപ്പൊ ലന്നീനെ കുറിച്ച് 4 കൗലുകളായി. അക്സർ അങ്ങനെ പറഞ്ഞു, ബാക്കിയുള്ള കൗലുകൾ ഇങ്ങനെയും പറഞ്ഞു. ആ ചർച്ച അവിടെ കഴിഞ്ഞു. അപ്പൊ അധികം ആൾക്കാരുടെ അടുക്കൽ ഹുജ്ജത്താന്ന് വെക്കാം, കുഴപ്പമില്ല. ഇനി അബ്ദൽ മുഅ്തരിളു മുസ്തദില് ദലീല് കൊണ്ടെന്ന് സമർത്ഥിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ആളാണല്ലോ മുഅ്തരിള്. അതിനെ എതിർക്കുകയാണ്. അതിനെ എതിർത്തുകൊണ്ട് വരുന്ന മുഅ്തരിള് വെളിവാക്കി. എന്തിന്റെ മേലെ എതിർപ്പ്? അലാ ഹസരിൽ മുസ്തദില്ലു വന്നിയെ ഇവിടെ ലക്ഷ്യം സ്ഥാപിക്കുന്ന ആളാണ് മുസ്തദില്. അയാൾക്ക് തന്നെ കിട്ടിയത് ലന്നിയ പ്രകാരമാണ്, ഖത്തിയ പ്രകാരമല്ല. അങ്ങനെ ലന്നിയായ നിലപാടിലൂടെ മുസ്തദില്ലിന് ഔസാഫുകൾ ഹസറാണെന്ന് കിട്ടി. ഈ ഹസറിനെ നേരെ എതിർത്തുകൊണ്ടാണ് മുഅ്തരിദ് വരുന്നത്. ആ മുഅ്തരിദ് ഇവിടെ വെളിവാക്കുന്നു വസ്ഫൻ സായിദൻ അലാ ഔസാഫിഹി മുസ്തദില് കൊണ്ടുവന്ന ഔസാഫിനേക്കാൾ കൂടുതലായിട്ട് ഒരു വസ്ഫിനെ, ഒരു ഇല്ലത്തിനെ എതിർക്കുന്ന ആൾ വെളിവാക്കുകയാണ് എങ്കിൽ എന്താണ് ഇവിടുത്തെ മസ്അല പറയേണ്ടത്? ലം യുകല്ലഫ് ബയാന സ്വലാഹിയ്യതിഹി ലിത്തഅലീലി അങ്ങനെ മുഅ്തരിദ് വെളിവാക്കുകയാണെങ്കിൽ മുഅ്തരിദിനോട് കൽപ്പിക്കപ്പെടുന്നില്ല. എന്ത് കൽപ്പിക്കപ്പെടുന്നില്ല? ബയാന സ്വലാഹിയ്യതിഹി അയാൾ കൊണ്ടുവന്ന ഈ കൂടുതൽ വന്ന വസ്ഫുണ്ടല്ലോ, ആ വസ്ഫ് നന്നാവണം, ലിത്തഅലീലി ഇല്ലത്താവലിന് നന്നാവണം എന്ന് വ്യാഖ്യാനിക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ലിഅന്ന ബുത്ലാനൽ ഹസ്രി ഹസ്റിനെ ബാത്തിലാക്കുക, അതായത് മുസ്തദില് കൊണ്ടുവന്ന ഹസ്റിനെ ബാത്തിലാക്കുക എന്നുള്ളത് മുഅ്തരിദ് നേരെ അതിന് എതിർത്തുകൊണ്ട് വെളിവാക്കി കൊണ്ടുവന്ന ഈ വസ്തു പ്രകാരം വെച്ചാൽ തന്നെ മുസ്തദില് ഹസ്റാക്കിയതിനെ ബാത്തിലാക്കുക കാഫിൻ ഫിൽ ഇത്റാദി ഇയാൾ ഈ ഇത്റാദ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ എമ്പാടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നീ കൊണ്ടുവന്ന വസ്ഫ് ഇല്ലത്തിന് ആകോ ഇല്ലേ ഒന്ന് വിശദീകരിക്കുന്നു പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പൊ ഇവിടെ അല്ല എന്താ അരൽ മുസ്തദില്. അപ്പൊ പിന്നെ ലക്ഷ്യം സ്ഥാപിച്ച ആളെ മേൽ നിർബന്ധമാണ് ദഫ്ഉഹു മുഅ്തരിദ് കൊണ്ടുവന്ന ആ വാദത്തെ തട്ടിവിടണം. അതെങ്ങനെ തട്ടിവിടാന്ന് ചോദിച്ചാല് ബിഹി അത് എന്ത് വേണമെന്നറിയാമോ? അവൻ കൊണ്ടുവന്ന ആ വസ്തു ഇല്ലത്താക്കാനേ പറ്റൂല, അത് ബാത്തിലാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് മുസ്തദില് ആ വാദത്തെ പൊളിച്ച് തട്ടി മാറ്റണം. അതാ ചെയ്യേണ്ടത്. പിന്നെ വലാ യൻഖതിഉൽ മുസ്തദില്ലു ഇനി ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ളത് മുഅ്തരിദിനോട് തക്ലീഫ് ചെയ്യൂല എങ്കിൽ പിന്നെ മുഅ്തരിദ് അത് വെളിവാക്കിയോടുകൂടി ഇനി മുസ്തദിൽ ഒന്നും മിണ്ടാതെ കുറഞ്ഞ അതിനർത്ഥം അങ്ങനൊന്നുമില്ല. വലാ യൻഖതിഉൽ മുസ്തദില്ലു ലക്ഷ്യം സ്ഥാപിക്കുന്ന ആള് മുറിഞ്ഞു പോകൂല. ബിഇബ്ദാഇഹി മുഅ്തരിദ് വസ്ഫിനെ വെളിവാക്കി കൊണ്ടുവന്നതുകൊണ്ട് ഏതുവരെ മുസ്തദിൽ തർക്കിക്കാം, മുസ്തദില് മുറിഞ്ഞു പോകൂല. മുസ്തദിൽ അങ്ങനെ സംസാരിക്കാതെ തെളിനിർത്താം. ആ മുറിച്ചിലുണ്ടാവുകയില്ല. ഹത്താ യഅ്ജസ അൻ ഇബ്താലിഹി മുഅ്തരിദ് കൊണ്ടുവന്നതായ വസ്ഫിനെ ബാത്തിലാക്കാൻ മുസ്തദിൽ കഴിയാതിരിക്കണം. അങ്ങനെ കഴിയാത്തത് വരെ മുസ്തദില് മുറിഞ്ഞു പോവുകയില്ല. കഴിഞ്ഞില്ലെങ്കിൽ മുസ്തദില് പൊട്ടിപ്പോയെന്ന് പറയാം. ഇല്ലെങ്കിൽ സമർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മുസ്തദിൽ അങ്ങനെ സമർത്ഥിക്കുക, പൊട്ടുകയില്ല. കാരണം ഇന്ന ഗായത ഇബ്ദാഇഹി ഈ മുഅ്തരിദ് കൊണ്ടുവന്ന് വെളിവാക്കിയതായ ഈ വെളിവാക്കിന്റെ ലാസ്റ്റ് മൻഉല്ലി മുഖദ്ദിമത്തി മിനദ് ദലീലി ലക്ഷ്യം എന്താണോ കൊണ്ടുവന്നതെങ്കിൽ ആ ലക്ഷ്യത്തിൽ മുന്നോടി ഉണ്ടാകും. ആ മുന്നോടിയെ തടുക്കുക എന്നുള്ളത്, മൻഉ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഹസ്റിനെ ബാത്തിലാക്കലിനെ തടുത്തത്. ഹസ്റിനെ ബാത്തിലാക്കുക. അപ്പോ ഇയാൾ ഈ കൊണ്ടുവന്നത് അതിന്റെ അറ്റ ഏറെ പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഒരു ദലീലുണ്ടാവും, ആ ദലീലിന്റെ മുഖദ്ദിമയുണ്ട്. ആ മുഖദ്ദിമയെ മൻഉ ചെയ്യുന്ന പണിയാണ് ഇയാൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ആ
മുഖദ്ദിമയുടെ മേല് അറിയിക്കുന്നു. മുഖദ്ദിമയുടെ മേൽ അറിയിക്കുന്നത്, ആ മുഖദ്ദിമയുടെ മേല് അറിയിക്കലിനെ തേടുന്നൊരു സംഗതി ഇവിടെ ഉണ്ട്. അതാണ് ഇല്ലാതാക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇത്രാദ് ചെയ്യുന്ന ആള് ഈ വെളിവാക്കൽ കൊണ്ട് കിട്ടുന്നുള്ളൂ, അല്ലാതെ ഉത്തരം മുട്ടിക്കലാണ് വരുന്നില്ലല്ലോ. അതാ വൽ മുസ്തദില്ലു. അപ്പൊ മുസ്തദില്ലി എന്ന് പറയുന്ന ലക്ഷ്യം സ്ഥാപിക്കുന്ന ആള് ലായങ്കത്തിൽ ഈ ദലീലിൽ നിന്ന് മുഖദ്ദിമയുടെ മേൽ അറിയിക്കുന്നതിനെ തേടുമ്പോ അത് ഇല്ല എന്നല്ലേ മുഅ്തരിദ് പറയുന്നത്. ആ മൻ ചെയ്തത് കൊണ്ട് മുസ്തദില് ഇവിടെ മുറിഞ്ഞു പോകുന്നില്ല. മുസ്തദിലിന് എന്ത് ചെയ്യാം? മുഅ്തരിദിനെ തട്ടിവിടാം. വലാകിൻ യൽസമുഹു ദഫ്ഉഹു. അപ്പൊ മുസ്തദില് നിർബന്ധമായി ദഫ്ഉഹു, മുഅ്തരിദിനെ തട്ടിവിടലേ. അപ്പൊ ആ പറഞ്ഞതായ ആ സംഗതി മൻ ആണെന്നല്ലേ പറഞ്ഞത്. ആ മൻ ഇവിടെ ഇല്ല, അത് ദഫ് ചെയ്യണം. ആരേ? മുസ്തദില്ലേ. എന്തിന്? ലിയതിമ്മ ദലീലുഹു, മുസ്തദില് കൊണ്ടുവന്ന ലക്ഷ്യം ഇവിടെ ഉറക്കണം, പരിപൂർണമാവണം. അങ്ങനെ വരുമ്പോൾ മുസ്തദില്ലെ സ്ഥാപിക്കാൻ നോക്കുകയല്ലാതെ മുഅ്തരിദ് നാലാമത്തെ ഒരു വസ്തു കൊണ്ടുവരുമ്പോഴേക്കും മുസ്തദില് മുറിഞ്ഞു പോകൂല. മുസ്തദില് വാദിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോ യൽസമുഹു, അപ്പോൾ ഇവന് നിർബന്ധമാകും. എന്ത് നിർബന്ധമാകും? ഇബ്താറുൽ വസ്ഫിൽ മുബ്ദാ. ഇവിടെ മുഅ്തരിദ് വെളിവാക്കപ്പെട്ടതായ വസ്ഫുണ്ടാവും. ആ വെളിവാക്കപ്പെട്ടതായിരിക്കുന്ന വസ്ഫിനെ ബാത്തിലാക്കൽ മുസ്തദിലിന് നിർബന്ധമായി. എന്തിനെ തൊട്ട് ബാത്തിലാക്കുക? അൻ യകൂന ഇല്ലതൻ. ഇവിടെ ഈ മുഅ്തരിദ് വെളിവാക്കി കൊണ്ടുവന്ന ഈ ഇല്ലത്തുണ്ടല്ലോ, അത് ഇല്ലത്താവാനേ പറ്റില്ല. ആ ഇല്ലത്താവലിനെ തൊട്ട് ബാത്തിലാക്കലാണ് മുസ്തദിലിന്റെ പണി ഇവിടെ. ഫൈൻ അജസ അൻ ഇബ്താലിഹി. അങ്ങനെ മുഅ്തരിദ് അഥവാ എതിർക്കുന്ന ആള് ഇവിടെ ലക്ഷ്യം കൊണ്ടുവന്നു ബാത്തിലാക്കിയെങ്കിൽ ആ ബാത്തിലിനെ തടുക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്തദില് അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇൻഖത, അതോടുകൂടി മൂപ്പരുടെ ആഫീസ് പൊട്ടി എന്ന് വെക്കാം. വഖദ് യത്തഫിഖാനി അൽ മുതനാദിറാനി. ചിലപ്പോൾ എന്താവാം? വാദിയും പ്രതിയും രണ്ടാളും മുതനാദിരീങ്ങളല്ലേ, തർക്കിക്കുക. ഈ രണ്ടുപേര് യോജിച്ചു വരും. എന്തിന്റെ മേല്? അലാ ഇബ്താലിമ അദാ വസ്ഫൈനി. രണ്ടുപേരും പറഞ്ഞ വസ്ഫ് ഇവിടെ ഉണ്ടാകും. രണ്ടുപേരും പറഞ്ഞതായ വസ്ഫ് അല്ലാത്ത മറ്റൊരു വസ്ഫുണ്ട്. ആ വസ്ഫ് ബാത്തിലാക്കലിന്റെ മേലിൽ രണ്ടാളും യോജിക്കും. മിൻ ഔസാഫിൽ അസ്ലി, അസ്ലിന്റെ വസ്ഫുകൾ. ഇവിടെ അടിസ്ഥാനമുണ്ടല്ലോ മഖീസലിഹി, അതിന് ഹുക്മിന്റെ മഹല്ലാണോ എന്താ ആവട്ടെ, തർക്കം വന്നിട്ട് നമ്മളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ, അവിടെ നോക്കാം. അപ്പൊ അസ്ലിന്റെ വസ്ഫുകളിൽ നിന്ന് രണ്ട് വസ്ഫ് പറഞ്ഞു. ഈ രണ്ട് വസ്ഫും രണ്ടാളും വ്യത്യാസമായ വസ്ഫ് പറഞ്ഞെങ്കിലും രണ്ടാളും പറഞ്ഞത് അല്ലാത്ത മറ്റൊരു വസ്ഫിനെ ബാത്തിലാക്കുക. അങ്ങനെ ബാത്തിലാക്കൽ ഇവർ രണ്ടാളും യോജിക്കും. വയഖ്തലിഫാനി, ഇവർ രണ്ടുപേരും ഭിന്നിപ്പുള്ളത് ഫി അയ്യിമ അൽ ഇല്ലത്തു ഫി അയ്യിമൽ ഇല്ലത്തു. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഇല്ലത്ത്? അതായത് മുഅ്തരിദ് പറഞ്ഞതാണോ ഇല്ലത്ത്, മുസ്തദില് പറഞ്ഞതാണോ ഇല്ലത്ത്? അവിടെ തർക്കമുള്ളൂ. രണ്ടാളും പറഞ്ഞത് ഇല്ലത്താണെന്ന കാര്യത്തിൽ രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ല. ഏതാണ് ഇല്ലത്ത് തർക്കം. രണ്ടാളും പറയാത്ത ഇല്ലത്തോ ബാത്തിലാണെന്ന് രണ്ടാളും ഇത്തിഫാഖുമാണ്. ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ വയക്ഫിൽ മുസ്തദില്ലു തർദീദ ബൈനഹുമാ. അപ്പൊ ഇവിടെ പണി, ഇനി മുസ്തദിലിന്റെ പണി എന്താ അറിയോ? ലക്ഷ്യം സ്ഥാപിക്കുന്ന ആൾക്ക് മതിയാകും. എന്ത് മതിയാകും? അൽ മുസ്തദില്ല, ലക്ഷ്യം സ്ഥാപിക്കുന്ന ആൾക്ക് മതി. അത്തർദീദു, തർദീദാക്കലേ. ബൈനഹുമ, ഇത് രണ്ടിന്റെ ഇടയിൽ തർദീദാക്കൽ വരും. അങ്ങോട്ട് ഇങ്ങോട്ട് മടക്കി റെഡിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ തർദീദാക്കുക. ഈ തർദീദാക്കൽ അഞ്ഞ് മുസ്തദിന് മതിയാക്കേണ്ടത്. തർദീദാക്കുന്ന കാര്യത്തിൽ ഇവ രണ്ടുപേരും കൊണ്ടുവന്ന വസ്ഫ് അല്ലാത്തതിനെ ഇവ രണ്ടുപേരും കൊണ്ടുവന്ന വസ്ഫിലേക്ക് കൂട്ടേണ്ട യാതൊരു ആവശ്യം ഇവിടെ അല്ല. അതൊന്നുമില്ലാതെ ഇപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് വസ്ഫുണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ തർദീദാക്കിയാൽ മതി. കാരണം ലിത്തിഫാഖിഹിമ, ഇവിടെ മുസ്തദില്ലും മുഅ്തരിദും യോജിച്ചിട്ടുണ്ട്. അലാ ഇബ്താലിഹി, അവർ രണ്ടുപേരും പറയാത്ത വസ്ഫ് ബാത്തിലാണെന്നതിന്റെ മേൽ. അപ്പൊ ഞാൻ എന്താ പറയാ? ഇങ്ങനെ പറയാ. ഫയഖൂലു, അപ്പോൾ മുസ്തദില് പറയണം അൽ ഇല്ലത്തു, ഇല്ലത്താവാൻ പറ്റുക
ഇമ്മാഹാദ ഒന്നിരിക്കൽ ഞാൻ പറഞ്ഞത്, ഔദാക്ക അല്ലെങ്കിൽ അവൻ പറഞ്ഞത് എന്ന് പറയണം. ലാ ജായിസ അന്തകൂന ദാലിക അന്തകൂന ദാക ലികദ. ജായിസാകൂല അന്തകൂന അതാവല് ഇല്ലത്ത് ദാക്ക അവൻ പറഞ്ഞതാവൽ ജായിസാകൂല ലിക്കഥ ഇന്നാലിനൊക്കെ അതിലുണ്ട്, അതുകൊണ്ട് പറ്റൂല. അപ്പൊ വയത്ത അയ്യനു നിർബന്ധമായി വരും. അന്തക്കൂനഹാദ അപ്പൊ മുസ്തദില് കൊണ്ടുവന്ന ആ ഇല്ലത്ത് എന്താവാം വസ്ഫുണ്ടല്ലോ, അത് ഇല്ലത്താവാൻ നിർബന്ധമായിട്ട് വരും. ഇങ്ങനെ ഒരു പണി ആർക്കെടുക്കാം? മുസ്തദില്ലിന് എടുക്കാം. ഇങ്ങനെ വരുന്ന മസ്അലയിൽ അപ്പൊ മുസ്തദില് അവിടെ ജയ്, മുഅ്തരിളോ ഈ വിഷയത്തിൽ പരാജയം. ഇനി ഒമിൻ തുറുക്കിൽ ഇബ്താലി, ഇവിടെ ഇബ്താല് ഹസ്ർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്ന ഇബ്താലിന്റെ വഴികളിൽ പെട്ടതാണ്. എന്തിനെ ബാത്തിലാക്കുക? ഇല്ലിയത്തിൽ വസ്ഫി, വസ്ഫ് ഇല്ലത്താകലിനെ ബാത്തിലാക്കുക. ഈ ബാത്തിലാക്കുന്ന വഴികൾ പലതുമുണ്ട്. അതിൽപ്പെട്ടൊരു വഴിയാണ് ബയാനു അന്നൽ വസ്ഫ തുർദുൻ. വിശദീകരിക്കണം. വസ്ഫ് തുർദുൻ അത് തട്ടപ്പെട്ടതാണ്. ഐ മിൻ ജിൻസി മാ ഉലിമ മിന ശാരിഇ ഇൽആഹു, ശാരിയിൽ നിന്ന് ആ വസ്ഫിനെ ലോവാക്കിയിട്ടുണ്ട് എന്നറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അറിയപ്പെട്ട ഒന്നിന്റെ ജിൻസിൽപ്പെട്ടതാണ് ഈ വസ്ഫ് എന്ന് പറയാം. ഇങ്ങനെ വരുമ്പോ അതിനെ തെറുത് ചെയ്യണം, ആട്ടിവിടണം, ഒഴിവാക്കണം. അങ്ങനെ വിശദീകരിക്കുക. അപ്പോ ഇല്ലത്ത് എന്താവുക? വസ്ഫ് ഇല്ലത്താവുക എന്നുള്ള വാത്തിലാക്കലായി. ഒലോഫിദാലിക്കൽ ഹുക്മി, അത് ഹുക്മിലായാലും വേണ്ടില്ല. കമായക്കൂനു ബിജമിൽ അഹ്കാമി, എല്ലാ ഹുക്കുമിലും തുറന്നുള്ളത് പോലെ തന്നെ ഇങ്ങനൊറ്റ ഹുക്കുമിലാണ്, എന്നാൽ പോലും അതിനെ ബയാൻ ചെയ്യണം. ഉദാഹരണം പറയട്ടെ. കദ്ദുകൂറത്തി വൽ ഉനൂസത്തി ബിൽ ഇത്ഖി, ഒരടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മോചിപ്പിക്കുന്ന കൂട്ടത്തിൽ ആണെന്നോ പെണ്ണെന്നോ, ആണ് പെണ്ണ് എന്ന് പറയും പോലെ ഫഇന്നഹുമ, അപ്പൊ ആണ് പെണ്ണ്, ഈ ആണ് പെണ്ണ് എന്ന് പറയുന്ന ഇല്ലത്ത് ലൻ യുഅ്തബറ ഫിഹി, അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഇത്ഖിൽ അത് രണ്ടും പരിഗണനയെ അല്ല, അടിമയായാൽ മതി. അപ്പൊ വലായു അല്ലലു ബിഹിമ, അപ്പൊ ദുക്കൂറത്ത് ഉനൂസി എന്നതുകൊണ്ട് ഇല്ലത്ത് പറയാൻ പറ്റില്ല. ഷൈഉം മിൻ അഹ്കാമിഹി, ഇത്ഖിന്റെ ഏതെല്ലാം വിധികളുണ്ടോ ആ വിധികളൊന്നും പരിഗണനയില്ല. എന്നാ വഇൻ ഉഅ്തബറ, ദുക്കൂറത്ത് ഉനൂസത്ത് പരിഗണന ഉണ്ട്. ഫിശ്ശഹാദത്തി, സാക്ഷി നിൽക്കുന്നിടത്ത്, വൽ ഖളായി, വിധി പറയുന്നിടത്ത്, വൽ ഇർസി, അനന്തരമെടുക്കുന്നിടത്ത്, വിലായത്തിൻ നിക്കായ്, നിക്കാഹിന്റെ അധികാരത്തിലൊക്കെ ആണ് കൊണ്ട് മാറ്റങ്ങളുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഇർസിന്റെ അടുത്ത് മാറ്റം ഉണ്ടല്ലോ, അവിടെ ആണ് കൊണ്ട് പരിഗണനയുണ്ട്. ഖളായിൽ ആണ് വിധിക്കണം, പെണ്ണ് പറ്റില്ല എന്ന് പറയും. ഷഹാദത്തിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും ഇത്ഖിന്റെ കാര്യത്തിൽ എന്ത് പരിഗണിക്കുന്നില്ല? ആണ് പെണ്ണെന്ന് പരിഗണിക്കുന്നില്ല. ഇതാണ് പറഞ്ഞത്. ഇത് തുറന്ന് ചെയ്യാം. ഇനി ഒത്തൊറുതു ഫി ജമീൽ അഹ്കാമി, തൊറുത് എങ്ങനത്തെ തൊറുത്? ഫിൽ അഹ്കാമി, എല്ലാ ഹുക്കുമുകളിലും ഉള്ളതായ ഈ തൊറുത് ഒഴിവാക്കി തട്ടുക പറഞ്ഞല്ലോ. അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാല് തൊറുത് എന്ന് പറഞ്ഞ തട്ടലാണോ? സംശയമുണ്ട് ഇപ്പൊ അവിടെ. നോക്കാം. തൊറുത് കത്തൂലി, നീളം പോലെ, വൽ ഖസരി, ചുരുക്കം പോലെ. അപ്പൊ ഒരു വ്യക്തി നീളമുണ്ട്, ഒരു വ്യക്തി നീളല്ല. ഇത് പരിഗണിക്കും പോലെയാണ് തൊറുത്. എല്ലാ ഹുക്കുമുകളിലെയും തൊറുത്. ഫഇന്നഹുമ, അപ്പോ തൂല് ഖസ്ർ എന്നുള്ളത് ലം യുഅ്തബറാ ഫിൽ ഖിസാസി, ഖിസാസിൽ അത് രണ്ടും പരിഗണനയില്ല. അപ്പൊ നീണ്ട വലിയൊരു മനുഷ്യനാ, എത്രയോ വലുപ്പമുള്ള പാകിസ്ഥാനെ പോലത്തെ നീണ്ട മനുഷ്യന്മാരാ. അവര് യമനികളെ പോലത്തെ അല്ലെങ്കിൽ പിന്നെ നമ്മള് ഇന്ത്യേഷ്യ പോലത്തെ ചെറിയ മനുഷ്യന്മാരെ പിടിച്ചു കൊന്നു. എന്നാ വൽപ്പം ചെറുപ്പത്തിനുള്ള പരിഗണന ഇല്ല. ചെറിയന് പകരം വലിയനും കൊല്ലും, വലിയന് പകരം ചെറിയനും കൊല്ലും. അതാണ് ഖിസാസിൽ അത് രണ്ടും പരിഗണിക്കൂല എന്ന് പറഞ്ഞത്. വൽ കഫാറത്തി, കഫാറത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പരിഗണന ഇല്ലല്ലോ. കഫാറത്തിൽ എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കുമ്പോ ചെറിയോന്റെ വസ്ത്രം നീണ്ട മനുഷ്യന് കൊടുക്കും, നീണ്ടോന്റെ വസ്ത്രം ചെറിയനും കൊടുക്കും. അങ്ങനെ കഫാറത്ത്. അല്ലാതെ അവിടെ ഖസ്ർ തൂല് എന്നുള്ള കണക്കൊന്നുമില്ലല്ലോ. വലൽ ഇർസി, അനന്തരം എടുക്കണോടത്തും അങ്ങനല്ല, വലിപ്പ ചെറുപ്പൊന്നുമില്ല. ആണും പെണ്ണും എഴുതിയിട്ട് വലിപ്പ ചെറുപ്പല്ല. വലൽ ഇത്ഖ്, നമ്മൾ പറയപ്പെട്ട ഇത്ഖിലും വലിപ്പ ചെറുപ്പൊന്നും പറയുന്നില്ല. വലാ ഗൈരിഹ, അതല്ലാത്തതിലൊന്നുമില്ല. അപ്പൊ വലായു അല്ലലു ബിഹിമാ, ഈ പറഞ്ഞതായ തൂല് ഖസ്ർ പോലോത്ത
ഈ വലിപ്പ ചെറുപ്പം എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം കൊണ്ട് ഒരു ഹുക്കുമിന് അസ്ല് പറയാൻ പറ്റുമോ? പറ്റൂല. അടിസ്ഥാനപരമായി ഒരു ഹുക്കുമിനെ ഇല്ലത്താക്കാൻ പറ്റൂല. അപ്പൊ തൂല് കസർ എന്ന് ഇല്ലത്താക്കി ഹുക്കുമിനെ കൊണ്ടുവരാൻ പറ്റൂല. ഇത് തന്നെ ഈ തൊറുത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇല്ലത്താക്കാൻ പറ്റാതിരിക്കുക. പിന്നെ അങ്ങനെ ഇബ്താലിന്റെ ഒരു വഴി അങ്ങനെയാണ്. ഓ മിൻക, അപ്പൊ തുറത്തിന്റെ അർത്ഥം കിട്ടിയാലോ, എന്ത് ഇല്ലത്താക്കാൻ പറ്റാത്ത ഒന്നാണത്. അതിനെ ആ കൊണ്ടുവന്നത് ഇല്ലത്താക്കാൻ പറ്റൂല എന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഇനി ഒമിൻക ഇബ്താലിന്റെ രണ്ടാമത്തെ ഒരു വഴി അല്ലാ തദ്ഹറ മുനാസബത്തുൽ വസ്ഫിൽ മഹദൂഫി അനിൽ ഇഅ്തിബാരി, പരിഗണനയെ തൊട്ട് കളയപ്പെട്ടതായ ഒരു വസ്ഫ് ഇവിടെ ഉണ്ട്. ആ കളയപ്പെട്ട വസ്ഫിന്റെ ബന്ധം ഹുക്കുമുമായി ബന്ധം വെളിവാവാതിരിക്കണം. ബഅദൽ ബഅസി അൻഹ, അതിനെക്കുറിച്ച് നല്ലോണം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ മുനാസബത്തിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തി. ഇതിനെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം ഹുക്കുമുമായി ആ കളയപ്പെട്ട വസ്തുവിനൊരു ബന്ധം വെളിവാകാൻ പാടില്ല. അതുകൊണ്ടാണ് ബാത്തിന്റെ വഴിയായത്. വെളിവാവാൻ പാടില്ല എന്ന് പറയാൻ കാരണം ലിന്ദിവായ് മുസ്ബിത്തിൽ ഇല്ലിയത്തി, ഇവിടെ ഇല്ലത്തുണ്ട് എന്ന് സ്ഥാപിക്കുന്ന സംഗതി ഇവിടെ ഇല്ലല്ലോ. അതില്ലാത്തത് കൊണ്ടാണ് ലുഹൂറില്ലാത്തത്. അപ്പൊ ഇബ്താന്റെ മാർഗമായി ബിഖിലാഫി, ഈ പറഞ്ഞ മസല നേരെ എതിര് ബിൽ ഈമായി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈമാൻ ഇങ്ങനെയല്ല, അവിടെ മുനാസത്ത് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈമാന് അതുമുൽ ലുഹൂറില്ല. അപ്പൊ ഈമാൻ അതുമുൽ ലുഹൂറില്ലാത്തത് കൊണ്ട് അവിടെ യാതൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇവിടെ അതുമുൽ ലുഹൂർ ഇല്ലെങ്കിൽ കുഴപ്പം തന്നെയാ. അപ്പൊ ഇവിടെ അതുമുൽ ലുഹൂർ വന്നാൽ ഇവിടെ കുഴപ്പമാണ്. ഈമാന്റെ ബാബിൽ അത് കുഴപ്പമില്ല. അവിടെ അതുമുൽ ലുഹൂർ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഇവിടെ അതുമുൽ ലുഹൂർ വന്നോ അഥവാ ലുഹൂറില്ല എന്നുള്ളത് വന്നാൽ ഇബ്താലായി. വയക്ഫി, മതിയാകും. ഫി അദ്മി ലുഹൂരി മുനാസബത്തിഹി, കളയപ്പെട്ടതായിരിക്കുന്ന വസ്ഫ് ഹുക്കുമുമായി വെളിപ്പെട്ടിട്ടില്ല എന്നതിൽ മതി. എന്തു മതി? ഖൗലുൽ മുസ്തദില്ലി, ലക്ഷ്യം സ്ഥാപിക്കുന്ന ആളെ വാക്ക് മതി. ബഹസ്തു, ഞാൻ ചർച്ച ചെയ്തു. ഫലം അജിദ് ഫീഹി, അങ്ങനെ നോക്കുമ്പോ അതിൽ ഞാൻ എത്തിച്ചിട്ടില്ല. മൂഹിമ മുനാസബത്തിൻ, ഒരു ബന്ധത്തെ തോന്നിപ്പിക്കുന്നു ഞാൻ എത്തിച്ചിട്ടില്ല. ഐ മാ യൂഖഉ ബിൽ വഹ്മി ഐ ദിഹ്നി, മാ ഒന്ന് യൂഖയു, അത് തോന്നിപ്പിക്കും, വഹ്മിലും വാക്കിയാക്കും. വഹ്മ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ. എന്തിനെ? മുനാസബത്തൻ, ഒരു ബന്ധത്തെ. അങ്ങനെ ഒരു ബന്ധത്തെ തോന്നിപ്പിക്കുന്ന വിധം ഈ മുനാസബയിൽ ചർച്ച ചെയ്തിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഈ മുസ്തദിലിന്റെ വാക്ക് മതി. എന്താ മതി എന്ന് പറയാൻ കാരണം അദാലത്തിഹി, മുസ്തദിൽ നീതിമാനല്ലേ. അതുകൊണ്ട് തന്നെ മാഹിരിയത്തിൽ നെതിരി ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയുമല്ലോ. ഇവിടെ പോയി മുസ്തദിൽ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ആരാ അറിയോ? മുജിഹിത്ത് ചെയ്താ, അതാണ് ഈ പറയണത്. അയാൾക്കല്ലേ കഴിയുള്ളൂ. അങ്ങനെ ദലീല് ചിന്തിക്കാനും പിടിക്കാനും പറ്റുന്ന ആളായതോടൊപ്പം തന്നെ അയാൾ നീതിമാനാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ ബഹസ്തു ഫലം അജിദ് മൂഹിമ മുനാസബത്തിൻ എന്ന് പറഞ്ഞാൽ തന്നെ മതി, പറഞ്ഞൊന്നും പറയണ്ട. അപ്പോ ഇനി മുസ്തദിലിനെ എതിർത്തുകൊണ്ട് മുനാലറയിൽ ആര് വാദിച്ചു? മുഅ്തരിദ്. എന്താ വാദിക്കുന്നത്? അന്നൽ വസ്ഫൽ മുസ്തബഖ, ഈ പറഞ്ഞ വസ്ഫുകൾ വാത്തിലാക്കിയാലോ ഇന്ന വസ്ഫുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അവശേഷിപ്പിക്കുന്ന വസ്ഫുണ്ടല്ലോ, അവശേഷിക്കലിനെ തേടപ്പെടുന്ന വസ്ഫുണ്ട് അവിടെ. ആ വസ്ഫ് കദാലിക്ക, ഇപ്രകാരം തന്നെയാണ് കേട്ടോ. ലന്തേർ മുനാസബത്തുഹു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കൊണ്ടുവന്ന ഇല്ലത്ത് വസ്ഫ് മുനാസബയായിട്ട് തെളിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അവിടെ ബാത്തിലാക്കിയാലോ എങ്കിൽ നിങ്ങളിവിടെ അവശേഷിപ്പിക്കുന്നു നിൽക്കുന്ന വസ്ഫുണ്ടല്ലോ, അതും ഇതുപോലെയാണ്. ലുഹൂറില്ല, അത് ലുഹൂറില്ലാത്ത തന്നെയാണ്, വെളിവായിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ വാദിക്കുകയാണ് എങ്കിൽ ഞാൻ എന്താണ് കാട്ടുക? മുസ്തദിൽ കുടുങ്ങുവോ? ഇല്ല. ഫലൈസരിൽ മുസ്തദില്ലി, എന്നാ പിന്നെ ലക്ഷ്യം സ്ഥാപിക്കുന്ന ആൾക്ക് ഇല്ല. ബയാനു മുനാസബത്തിഹി, എന്താണ് അതിന്റെ ബന്ധം എന്നുള്ളത് വിശദീകരിക്കാൻ പോണ്ട. ഇനി എന്താണ് ഈ അവശേഷിക്കുന്നതിന്റെ ബന്ധം, ഞാനത് വിശദീകരിച്ച് തരാം എന്ന് മുഅ്തരിദിനോട് മുസ്തദില് പറയണോ? പറയണ്ട. എന്താ പറയണ്ട? കാരണം അവിടെ വലിയൊരു അപകടം വരുന്നുണ്ട്. അന്നഹു
നിശ്ചയമായിട്ടും ഈ ബയാൻ മുനാസബത്തിന് ബയാൻ ചെയ്യല് ഇന്തിഖാലും മിൻ ത്വരീഖി സബ്ർ, സബറാണ് വിഷയം. സബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, സബർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 4ാമത്തെ വഴി സബറാണ്. സബർ എന്നും പറയാ, തഖ്സീം എന്നും പറയാന്നാണ്. സബറിന്റെ നിർവചനം എന്താ പറഞ്ഞത്? വഹുവ ഹസ്റുൽ ഔസാഫി ഫിൽ അസ്ലി വഇബ്താലു മാ ലാ യസ്ലുഹു എന്നാ പറഞ്ഞത്. അസ്ലിൽ എന്ന് പറഞ്ഞ മഖീസ് അലൈ, അതിൽ എത്തിക്കപ്പെട്ടതായ വിശേഷണങ്ങൾ ഏതാണോ അത് ക്ലിപ്തമാണ്, അത് ചുരുങ്ങൂല്ല ഏറുമില്ല. അത് പറ്റാത്തതൊക്കെ, ഇല്ലത്തിന് പറ്റാത്തതൊക്കെ ബാത്തിലാക്കലുമാണ്. അപ്പൊ ഇതാണ് ഹസറിന്റെ വഴി. ഈ വഴിയിൽ നിന്ന് മുനാസബയെ വിശദീകരിച്ചാൽ എവിടേക്ക് നീങ്ങി? ഇലാ ത്വരീഖിൽ മുനാസബത്തി, മുനാസബന്റെ വഴിക്ക പിന്നെ പോണത്. അപ്പൊ റൂട്ട് മാറും, വാദം തെന്നി മാറും. വാദം മാറാൻ പാടില്ല. മുഅ്തരിദ് വാദിക്കുമ്പോഴേക്കും മുസ്തദിൽ ശ്രദ്ധിക്കാതെ പോയാൽ, ഇപ്പോൾ മുസ്തദിൽ നിൽക്കുന്നത് സബറിലാണ്, അത് തെറ്റിക്കലായിരിക്കും മുഅ്തരിദിന്റെ പണി. അപ്പൊ തെറ്റാൻ പാടില്ല, അവിടെ വെക്കുക. അവന് വിശദീകരിക്കാൻ പോവേണ്ടതില്ല, സബർ തന്നെ ഉറച്ചുക. വൽ ഇന്തിഖാലു യുഅദ്ദി ഇലൽ ഇന്തിശാൽ മഹദൂർ. പിന്നെ അങ്ങനെ നീങ്ങല് വരും. നീങ്ങല് വന്നാ പിന്നെ കൊടുക്കുക കൂട്ടുക. ഇവിടെ ആകെ പേടിക്കപ്പെടാൻ പറ്റുന്ന ഒന്നുണ്ട്, അത് ആകെ വ്യാപിക്കലേക്ക് കൂട്ടും. പേടിക്കപ്പെടുന്നൊരു സംഗതി ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്. ആ പേടിക്കപ്പെടുന്ന സംഗതി ഉണ്ടായത് കൊണ്ട് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടായി മാറും. അപ്പൊ നീങ്ങണ്ട. അതായത് തർക്കത്തില് തർക്കിച്ച് ഭയങ്കര പേടി വരും. പിന്നെ ഇപ്പൊ തെഞ്ഞു മാറും. ആ നീങ്ങൽ തന്നെ ഒരു വലിയൊരു അപകടത്തേക്കല്ലേ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആ തർക്കത്തിൽ പേടിക്കപ്പെടുന്ന കാര്യം വ്യാപിച്ചു വരും. അതുകൊണ്ട് നീങ്ങണ്ട. മുനാസിബ് മുസ്തദില് അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യാൻ പിന്നെ മുസ്തദില് വേണ്ടത്? വലാഖിഞ്ഞു സബറഹു, മുസ്തദിലിന്റെ സബർ റാജിയാക്കാൻ നോക്കുക. ആരെക്കാള്? അലാ സബർ മുഅ്തരിദി അന്നാഫി ലിഇല്ലിയത്തിൽ മുസ്തബഖാക ഗൈരിഹി. ഇവിടെ ഇല്ലത്താക്കാൻ വേണ്ടി അവശേഷിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെ ഇല്ലത്തിനെ ഇല്ലാതെയാക്കിയിട്ട് മുഅ്തരിദ് കൊണ്ടുവന്നൊരു സബറുണ്ട് ഇവിടെ. ആ സബറിനേക്കാൾ കൂടുതൽ എന്ത് വേണം? മുസ്തദില് കൊണ്ടുവന്ന സബറിനെ റാജിയാക്കാൻ നോക്കുക. അതെങ്ങനെ? ബിമുവാഫഖത്തി തഅദിയത്തി, ഈ ഹുക്കം മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കലിനെ യോജിപ്പിക്കൽ കൊണ്ട് അത് യോജിക്കുക. ഹൈസ് യകൂർ മുസ്തബഖ മുതഅദ്ദിയൻ, ഇവിടെ അവശേഷിപ്പിക്കപ്പെടുന്ന ആ സിഫത്തുണ്ടല്ലോ, അത് വിട്ടുകിടക്കുന്ന രൂപത്തിലാകുമ്പോൾ ആ രൂപത്തിലൂടെ എന്താക്കുക? യോജിപ്പിച്ചുകൊണ്ട് റാജിയാക്കണം. കാരണം ഫഇന്ന തഅദിയത്തൽ ഹുക്മി മഹല്ല, ഒരു ഹുക്കം അതിന്റെ മഹല്ലൻ അസ്ലാണല്ലോ, ആ അസ്ലിനെയും വിട്ടിഞ്ഞ് ഫറിലേക്ക് വിട്ടുകിടക്കല്ലേ. ഇങ്ങനെ ആ ഹുക്കം മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കൽ അഫിയതു, അത് ഏറ്റവും ഫലം വെപ്പിക്കുന്നതല്ലേ. എന്തിനേക്കാള്? മീൻ ഖുസൂരിഹി അലൈഹി, ആ ഹുക്കമിനെ ആ മാലിന്റെ മേൽ മാത്രം നിർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അസിലെയും വിട്ടിട്ട് ഫറിയിലേക്ക് നീക്കുക, വിട്ടുകിടക്കുക. അതാണ് ഏറ്റവും പോയിന്റ്. ആ രൂപത്തിലാക്കിയിട്ട് മുസ്തദില് റാജിയാക്കിയിട്ട് ഇവിടെ മുഅ്തരിദിനെ ഒരു ഭാഗത്ത് ഒരു മൂലക്ക് കൊണ്ടിട്ട് ഇരുത്താനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 4ാമത്തെ ചർച്ചയും ഇവിടെ കഴിഞ്ഞു. ഇനി 5ാമത്തെ ഒരു തുർക്ക് ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. വദൻ ഊസീകും ബിദ്ദുആ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.